ദില്ലിയിലെ കേരള ഹൗസിൽ ഗോമാംസത്തിന്റെ പേരിൽ പോലീസ് നടത്തിയ തെരച്ചിൽ നടത്തിയ സംഭവത്തിൽ ഇപ്പോൾ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ചേരുന്നുണ്ട്. മനു, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുന്നത്? സോമി, തീർച്ചയായിട്ടും ഇന്നലെയാണ് ബീഫ് വിൽക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് കേരള ഹൗസിലെ ദില്ലി പോലീസ് റെയ്ഡ് നടത്തിയത്. വളരെ ആസൂത്രിതമായ ഒരു അതിക്രമമാണ് നടന്നത് എന്നാണ് പിണറായി വിജയൻ അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. ദാദ്രിയിൽ മുഹമ്മദ് അഖ്ലഖിനെ കൊന്ന ശക്തികൾ തന്നെയാണ് ദില്ലിയിൽ കേരള ഹൗസിന്റെ അടുക്കളയിലേക്ക് കടന്നു കയറിയത്. നാളെ നാട്ടിലെ എല്ലാ അടുക്കളയിലും ഇവർ അതിക്രമിച്ചു കയറും എന്ന മുന്നറിയിപ്പാണ് കേരള ഹൗസിൽ പശു ഇറച്ചി വിളമ്പി എന്ന് ആരോപിച്ച് നടത്തിയ അതിക്രമം. അദ്ദേഹം പറയുന്നു, ദില്ലിയിൽ പോത്തിറച്ചിക്ക് നിരോധനം കേരള ഹൗസിൽ അത് പാകം ചെയ്ത് വിൽക്കുന്നതിന് തടസ്സവുമില്ല. എന്നാൽ വർഗീയ ഭ്രാന്ത് മൂത്തവരുടെ വാക്ക് കേട്ട് ദില്ലി പോലീസ് കേരള ഹൗസിൽ നിയമവിരുദ്ധമായി കടന്നു കയറിയത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ്. കേരള ഗവൺമെന്റിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് പോലും തങ്ങൾ എന്തും ചെയ്യും എന്നാണ് കേരള ഹൗസിന്റെ ചുമതലയുള്ള റെസിഡന്റ് കമ്മീഷണറുടെ അനുമതിയില്ലാതെ ക്യാൻറ്റീൻ റെയ്ഡ് ചെയ്ത സംഭവം സൂചിപ്പിക്കുന്നത്. മലയാളികളുടെ ഭക്ഷണം തങ്ങൾ നിശ്ചയിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസ് ഈ നടപടിയിലൂടെ ഭീഷണിപ്പെടുത്തുന്നത്. മുഹമ്മദ് അഖ്ലഖിനെ ഇടിച്ചു കൊന്നതുപോലെ, ദാദ്രിയിൽ മുഹമ്മദ് അഖ്ലഖിനെ ഇടിച്ചു കൊന്നതുപോലെ നാളെ ഏത് അടുക്കളയിലും കടന്നു ചെന്ന് അതിക്രമം കാട്ടാൻ തങ്ങൾ മടിക്കില്ല എന്നാണ് സംഘപരിവാർ ഇതിലൂടെ നൽകുന്ന സന്ദേശം. നമ്മുടെ അടുക്കളയും സ്വകാര്യതയും സ്വതന്ത്രമായ ജീവിതവും ഭീഷണിയുടെ നിഴലിലാക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ അതിശക്തമായി ചെറുക്കപ്പെടണം. കേരള ഹൗസിൽ ബീഫ് പരസ്യമായി വിൽക്കുന്നു, നമുക്ക് കാണാം എന്ന ഒരു സംഘപരിവാറുകാരൻ സോഷ്യൽ മീഡിയയിൽ പരസ്യ ഭീഷണി മുഴക്കിയ ശേഷമാണ് ദില്ലി പോലീസ് കേരള ഹൗസിൽ എത്തിയത്. ആസൂത്രിതമായ ഒരു അതിക്രമമാണ് എന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ്, ഇത്തരത്തിൽ ഒരു ഭീഷണി സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞതിന് ശേഷം നടത്തിയ റെയ്ഡ്. ദില്ലിയിലെ മലയാളി സമൂഹത്തിൽ ഭീതി വിതച്ച സംഭവമാണിത്. പൗരന്റെ മൗലികാവകാശത്തിന്മേലും സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തിലുമുള്ള കടന്നുകയറ്റവും ആണിത്. ഇത്തരം പ്രവണതകളെ ചേർത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ സാധാരണ ജനജീവിതം ദുഷ്കരമാകും. ഈ വിഷയത്തിൽ ഉചിതമായ രീതിയിൽ പ്രതികരിക്കാനോ ഇടപെടാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് ആശ്ചര്യജനകമാണെന്നും പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അതായത് നേരത്തെ വിവിധ ഭാഗങ്ങളിൽ ബീഫുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ, ദാദ്രിയിൽ മുഹമ്മദ് അഖ്ലഖിനെ ഇടിച്ചു കൊല്ലുന്നു, വിവിധ സ്ഥലങ്ങളിൽ പരസ്പരം കലഹങ്ങൾ നടത്തുന്നു, അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ദില്ലിയിൽ കേരളത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് ദില്ലി പോലീസ് യാതൊരു അനുമതിയും കൂടാതെ ഇടിച്ചു കയറുകയും റെയ്ഡ് നടത്തുകയും ചെയ്ത സംഭവം. അതിനെ തുടർന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. സോമി, ഗോമാംസത്തിന്റെ പേരിൽ കേരള ഹൗസിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പിണറായി വിജയന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ദാദ്രിയിൽ പ്രവർത്തിച്ച അതേ ശക്തികൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരിക്കുന്നത്.